ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യൂട്യൂബിൽ ഏതൊരു ക്രിയേറ്ററും ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ടെൻഷൻ ആകുന്ന ഒരു കാര്യമാണ് കോപ്പിറൈറ്റ് കൊണ്ടുള്ള പ്രോബ്ലം എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഒരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത ശേഷം അതിൽ കോപ്പിറൈറ്റ് വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഒരു പക്ഷെ നമുക്ക് മോണിറ്റൈസേഷൻ തന്നെ ഓൺ ചെയ്യാൻ കഴിയില്ല. ഇനി നമ്മളത് മോണിറ്റൈസേഷൻ ഓൺ ആക്കിയാൽ അതിൽ നിന്നുള്ള റവന്യൂ അതിന്റെ യഥാർത്ഥ ഓണർക്ക് പോകുന്ന രീതിയിലായിരിക്കും അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. നമ്മൾ ഒരു പക്ഷെ ചെറിയൊരു ഭാഗമായിരിക്കും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടാവുക, അല്ല മ്യൂസിക് ആണെങ്കിൽ. പക്ഷെ ആ ഒരു മ്യൂസിക് ഒരു സെക്കൻഡുകൾ യൂസ് ചെയ്തതിന്റെ കാരണം കൊണ്ട് ആ ഒരു 20 മിനിറ്റുള്ള ഒരു വീഡിയോ ആണെങ്കിൽ പോലും നമുക്കത് മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ കഴിയാതെ വരാറുണ്ട്. ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോബ്ലം പറയാറുണ്ട്. അപ്പൊ ഇതിന് എന്താണ് പരിഹാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു 3 ഓപ്ഷൻ കാണാം. അതായത് ഒന്നുകിൽ നമുക്കത് കട്ട് ചെയ്ത് ഒഴിവാക്കാം, കോപ്പിറൈറ്റ് ഉള്ള ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം. അതല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഭാഗം മ്യൂട്ട് ചെയ്യാം. മൂന്നാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു കോപ്പിറൈറ്റ് ഉള്ള ഭാഗത്ത് നമുക്കൊരു വേറൊരു മ്യൂസിക് യൂട്യൂബിന്റെ ഓഡിയോ ലൈബ്രറിയിൽ നിന്ന് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഈ ഒരു 3 ഓപ്ഷനാണ് ഇതുവരെ യൂട്യൂബിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അഡീഷണൽ ആയിട്ട് വളരെ നല്ലൊരു ഓപ്ഷൻ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് യൂട്യൂബിൽ. അതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. അതായത് കോപ്പിറൈറ്റ് വന്ന ഒരു വീഡിയോക്ക് മോണിറ്റൈസേഷൻ ഓൺ ആക്കാൻ കഴിഞ്ഞില്ല, അല്ലെങ്കിൽ അത് റവന്യൂ ഷെയർ ആണെങ്കിൽ നമ്മൾ വീഡിയോക്ക് യാതൊരു കുഴപ്പവും വരാതെ നമുക്ക് ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പൊ ചിലരൊക്കെ ആലോചിക്കുന്നുണ്ടാകും, മുമ്പ് നിങ്ങൾ 3 ഓപ്ഷൻ പറഞ്ഞല്ലോ, അങ്ങനെ കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കിയാൽ എന്താണ് പ്രോബ്ലം എന്നുള്ളത്. അപ്പൊ ഞാൻ ആ 3 ഓപ്ഷൻ പറഞ്ഞില്ല. ആദ്യത്തെ ഓപ്ഷൻ എന്ന് ഞാൻ പറഞ്ഞത് അത് കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നുള്ളതാണ്. അങ്ങനെ ഒഴിവാക്കുമ്പോൾ ആ ഒരു ഭാഗം നമ്മളെ വീഡിയോയിൽ നിന്ന് മിസ്സാവുകയാണ്. ഒരു പക്ഷെ നമ്മുടെ വീഡിയോയുടെ ഏറ്റവും നല്ലൊരു ഭാഗമായിരിക്കും അത്. നമ്മുടെ വീഡിയോയിലെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ നമ്മുടെ വീഡിയോനെ അത് ബാധിക്കും. കാണുന്ന പ്രേക്ഷകർക്ക് അത് ഒരു പക്ഷെ ഒരു മിസ്സിങ് തോന്നാം. അപ്പൊ ഏത് ഭാഗത്താണ് അത് വരുന്നത് എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും. പക്ഷെ അങ്ങനെ ഒഴിവാക്കുമ്പോൾ ഈ ഒരു പ്രോബ്ലം ഉണ്ട്. രണ്ടാമത് നമ്മൾ പറഞ്ഞത് അത് മ്യൂട്ട് ചെയ്യണം എന്നുള്ളതാണ്. മ്യൂട്ട് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഭാഗം മുഴുവൻ മ്യൂട്ടായി പോയിട്ടുണ്ടായിരുന്നു. അതോടെ അവിടെയുള്ള വോയിസുകൾ നമുക്ക് അതിന്റെ കൂടെ മ്യൂട്ടായിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല, മൂന്നാമത്തെ ഓപ്ഷൻ അവിടെ സെപ്പറേറ്റ് ഒരു മ്യൂസിക് ആഡ് ചെയ്യാമെന്നുള്ള ഒരു ഓപ്ഷന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെയും ഈ ഒരു പ്രോബ്ലം ഉണ്ട്. അത് നമ്മൾ ആഡ് ചെയ്യുന്ന മ്യൂസിക് അതിന് മാച്ചായിട്ട് വരണം എന്നില്ല. മാത്രമല്ല, അവിടെയുള്ള വോയിസുകളൊക്കെ അവിടെയും നഷ്ടപ്പെടുന്നതാണ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വോയിസ്, നമ്മൾ എന്തെങ്കിലും ഡയലോഗുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു വോയിസ് അവിടെ നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ടോട്ടലി ഇത് നമ്മുടെ വീഡിയോയെ എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോ അഡീഷണൽ ഒരു ടൂള് വന്നിട്ടുണ്ട്. ഈ ഒരു ടൂള് കൊണ്ട് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കി കഴിഞ്ഞാൽ ഏത് സോങ്ങിനാണ്, ഏത് മ്യൂസിക്കിനാണോ കോപ്പിറൈറ്റ് വന്നത് അത് മാത്രം നമുക്ക് അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ കഴിയും. അവിടെയുള്ള വോയിസ്, നമ്മൾ എന്തെങ്കിലും ഡയലോഗുകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അത് കറക്റ്റ് അവിടെ തന്നെ ഉണ്ടാകും. ആ ഡയലോഗുകൾക്ക് ഒരു പ്രോബ്ലം വരാതെ ഈ കോപ്പിറൈറ്റ് ക്ലെയിം വന്ന ആ ഒരു സൗണ്ട് മാത്രം നമുക്ക് അവിടുന്ന് ഇറേസ് ചെയ്ത്, അതായത് റിമൂവ് ചെയ്യാൻ കഴിയും. അങ്ങനെ ഒരു ടൂൾ വന്നിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. അപ്പൊ എന്തായാലും ഇതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടൺ കൂടി അമർത്തുക. കൂടാതെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോയുടെ കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം. ഇവിടെ നമ്മൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ ചാനലാണ് എടുത്തിട്ടുള്ളത്. എൻ്റെ കയ്യിൽ ചെക്ക് ചെയ്യാൻ വേണ്ടി തന്നതായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം കോപ്പിറൈറ്റ് ക്ലെയിമുള്ള ഒരുപാട് വീഡിയോസ് ഇവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയതാണ്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ കാണാം മോണിറ്റൈസേഷൻ എന്നുള്ളത് ഇൻഎലിജിബിൾ ആണ്. ഒരുപാട് വീഡിയോക്ക് കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഇൻഎലിജിബിൾ ആയിട്ട് കാണാം. അപ്പോൾ ഇതിൽ നിന്നും ഒരു വീഡിയോ ഞാനിവിടെ സെലക്ട് ചെയ്യുന്നുണ്ട്, 6 മിനിറ്റ് 27 സെക്കൻഡുള്ള. ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ കോപ്പിറൈറ്റ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് മോണിറ്റൈസേഷൻ ഇൻഎലിജിബിൾ ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു വീഡിയോയുടെ ഡീറ്റെയിൽസ് എടുത്തു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് കോപ്പിറൈറ്റ് ക്ലെയിം വന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആ 6 മിനിറ്റ് 27 സെക്കൻഡുള്ള ആത്മാവിനൊപ്പം എന്നുള്ള ആ ഒരു വീഡിയോയുടെ കോപ്പിറൈറ്റ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ സി ഡീറ്റെയിൽസ് എന്ന് കാണാം. അപ്പോൾ നമുക്ക് ഇതുപോലെ പുതിയൊരു പേജ് ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ചാനലിൽ ആ ഒരു കോപ്പിറൈറ്റ് നോട്ട് എഫക്റ്റഡ് എന്നുള്ളത്, അതായത് നമ്മുടെ ചാനലിനെ ബാധിച്ചിട്ടില്ല. വിസിബിലിറ്റി പബ്ലിക് ആണ്. മാത്രമല്ല അതിൻ്റെ മോണിറ്റൈസേഷൻ എന്നുള്ളത് ഇൻഎലിജിബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ കോപ്പിറൈറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ നമുക്ക് എത്ര സമയം മുതൽ എത്ര സമയം വരെയാണ് കോപ്പിറൈറ്റ് ഉള്ളത് എന്ന് കാണാം.
അപ്പോൾ 0-യിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ 57 സെക്കൻഡ് വരെ ഏകദേശം 1 മിനിറ്റ് അടുത്ത് നമുക്ക് കോപ്പിറൈറ്റ് ക്ലെയിം ഉണ്ട്. മാത്രമല്ല ഈ ഒരു വീഡിയോ അതുകൊണ്ട് തന്നെ മോണിറ്റൈസ് ചെയ്യാൻ കഴിയുന്നില്ല. ഇവിടെ ഈ കാണുന്നത് കോപ്പിറൈറ്റ് ഉള്ള ഭാഗങ്ങൾ ജസ്റ്റ് ഒരു സ്ക്വയറിൽ നമുക്ക് കാണാം. ഇത്രയും ഭാഗമാണ് കോപ്പിറൈറ്റ് ഉള്ളത്. ശേഷം നമുക്ക് ഇവിടെ കാണുന്ന സെലക്ട് ആക്ഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഓപ്ഷൻ വരും. സെലക്ട് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ റീപ്ലേസ് സോങ് എന്നുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ള ആദ്യത്തെ 1 മിനിറ്റ് ഉണ്ടല്ലോ 57 സെക്കൻഡ് വരെ, ആ സ്ഥലത്ത് നമുക്ക് വേണമെങ്കിൽ പുതിയൊരു മ്യൂസിക് നമുക്ക് ആഡ് ചെയ്യാം. പക്ഷെ അങ്ങനെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയുള്ള ബാക്കി എല്ലാ വോയിസും പോകുന്നതാണ്. ഇത് ട്രിം ഔട്ട് സെഗ്മെൻറ്റ് എന്നുള്ളത്. ഇത് ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കോപ്പിറൈറ്റ് ക്ലെയിമുള്ള ഒരു ഭാഗം നമുക്ക് ആദ്യത്തെ 57 സെക്കൻഡ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ നമ്മുടെ ഒരു വീഡിയോയെ അത് ബാധിക്കുന്നതാണ്. വീഡിയോയുടെ ഒരു ചിലപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമാണെങ്കിൽ അത് നമുക്ക് ബുദ്ധിമുട്ടായി വരും. ഈ ഒരു ഓപ്ഷൻ ഡിസ്പ്യൂട്ട് എന്നുള്ളത് അതിൻ്റെ യഥാർത്ഥ ഓണർ നമ്മളാണെങ്കിൽ നമുക്ക് അവർക്കൊരു ഡിസ്പ്യൂട്ട് കൊടുക്കാം. അതായത് നമുക്ക് ആ ഒരു കൗണ്ടർ നോട്ടിഫിക്കേഷൻ ഫയൽ ചെയ്യാം. അപ്പോൾ യൂട്യൂബ് അത് ചെക്ക് ചെയ്തിട്ട് നമുക്ക് മെയിൽ അയക്കും. ഈ ഒരു ആദ്യത്തെ ഓപ്ഷനാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്, ഇറേസ് സോങ് എന്നുള്ളത്. അതായത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോപ്പിറൈറ്റ് ക്ലെയിമുള്ള ആ ഒരു ഭാഗം അതിലെ ഡയലോഗുകളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഇറേസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ സെലക്ട് ആക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ 2 ഓപ്ഷൻ വരും, ഇറേസ് സോങ്, അതുപോലെ താഴെ മ്യൂട്ട് ഓൾ സൗണ്ട് എന്ന് കാണാം. ഇറേസ് സോങ് എന്നുള്ളതാണ് നമ്മൾ എടുക്കേണ്ടത്. ഇതെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമുള്ള ആ ഒരു ഭാഗം മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. അവിടെ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും വോയിസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും പോകുന്നതല്ല. താഴത്തെ നമുക്ക് മ്യൂട്ട് ഓൾ സൗണ്ട് എന്നുള്ളത് കാണാം. അത് നമ്മൾ കൊടുക്കേണ്ട, കാരണം എല്ലാം മ്യൂട്ടാകും. അപ്പോൾ നമുക്ക് ഇറേസ് സോങ് എന്നുള്ള ആദ്യത്തെ ഓപ്ഷനാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ 2 ഓപ്ഷൻ ഉള്ളത് കൊണ്ട് 2ഉം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഇറേസ് സോങ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് സേവ് എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അതായത് 0 സെക്കൻഡ് മുതൽ 57 സെക്കൻഡ് വരെ നമുക്ക് കോപ്പിറൈറ്റ് ഉണ്ട്. അത്രയും ഭാഗം നമുക്ക് ഈ ഒരു കോപ്പിറൈറ്റ് ക്ലെയിമുള്ള സോങ് മാത്രം, അതിലെ ഡയലോഗുകളൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ഇറേസ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടിച്ച് പോകുമ്പോൾ നമുക്കറിയാം ഇവിടെ വീഡിയോ എഡിറ്റിംഗ് ഈസ് ഇൻ പ്രോഗ്രസ് എന്ന് കാണാം. അതായത് ഇത് കുറച്ച് സമയം പിടിക്കും, കാരണം ഇതൊന്ന് പ്രോസസ്സിങ് കംപ്ലീറ്റ് ആവാൻ ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ എടുക്കും. അത് വീഡിയോയുടെ സൈസ്, നമ്മുടെ ആ ഒരു നെറ്റിൻ്റെ സ്പീഡ് ഇതൊക്കെ അനുസരിച്ചിട്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഞാൻ ക്ലോസ് ചെയ്ത് പുറത്ത് വന്നിട്ടുണ്ട്. അതങ്ങനെ വെക്കണം എന്നൊന്നുമില്ല. ഇവിടെ ചെക്കിംഗ് ഫൗണ്ട് എന്ന് കാണാം, ഇൻ എലിജിബിൾ തന്നെയാണ്. അപ്പോൾ നമ്മളിത് കുറച്ച് നേരം ഇതുപോലെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ കുറച്ച് സമയം കഴിഞ്ഞു, മണിക്കൂറുകൾക്ക് ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ആത്മാവിനൊപ്പം എന്നുള്ള ആ ഒരു വീഡിയോയിൽ ഇപ്പോൾ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. മാത്രമല്ല അവിടെ മോണിറ്റൈസേഷൻ ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഓഫാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓണ് ആക്കി കൊടുക്കുകയാണ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ഓൺ കൊടുത്തു, നെക്സ്റ്റ് കൊടുത്തു. അപ്പോൾ നമുക്ക് ആ ഒരു ക്രോമിലൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഒരു റേറ്റിംഗ് കൊടുക്കാൻ പറയും. അപ്പോൾ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ കൊടുക്കുകയാണ്, സബ്മിറ്റ് അടിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ ആ ഒരു വീഡിയോ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട്, റെസ്ട്രിക്ഷൻ എല്ലാം പോയിട്ടുണ്ട്. ഈ രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഡയലോഗുകൾക്കും മറ്റുമൊന്നും ഒരു കുഴപ്പമില്ലാതെ കോപ്പിറൈറ്റ് ക്ലെയിമുള്ള ആ ഒരു ഭാഗം മാത്രം നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയും. ഈ ഒരു വീഡിയോയിൽ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ കോപ്പിറൈറ്റ് ക്ലെയിം ഒഴിവാക്കി നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ സെറ്റിംഗ്സ് ആ ഓൺ എനേബിൾ ചെയ്യാൻ കഴിയും. അങ്ങനെ നമുക്ക് റവന്യൂ കൂട്ടാൻ കഴിയും. അപ്പോൾ എല്ലാവരും ഇത് ഒന്ന് മനസ്സിലാക്കി വെക്കുക. നിങ്ങളുടെ യൂട്യൂബിലൊക്കെ ഈ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ അത് പോയിട്ട് സോൾവ് ചെയ്യുക. മാക്സിമം റവന്യൂ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വരട്ടെ. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ബട്ടണും കൂടി അമർത്തുക. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.